ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് പലർക്കും അറിയത്തില്ല വാഹനത്തിന്റെ വീല് സ്ട്രെയിറ്റ് ആണോ തിരിഞ്ഞു കിടക്കുവാണെന്ന് പലർക്കും അറിയത്തില്ല. പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ, ഇത് നേരെ താഴെ വരുമ്പോൾ സ്ട്രെയിറ്റ് ആണെന്നാണ്. ഒരിക്കലും നമ്മൾ ഇത് താഴെ 3 പ്രാവശ്യം വരെ ഇത് വരും. ഒരിക്കലും ഇത് നോക്കി നിങ്ങൾ നേരെ ആക്കരുത്. എങ്ങനെയാണ് കൃത്യമായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് കൃത്യമായിട്ട് ഇത് സ്ട്രെയിറ്റ് ആണോ എന്ന് മനസ്സിലാക്കണം വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യം മടിയിൽ വരുമ്പോൾ 1 2 കണ്ട, ഇത് സ്ട്രൈറ്റ് ആയിട്ട് വന്നു, വീലും സ്ട്രൈറ്റ് ആയി. ഇങ്ങനെ വേണം നിങ്ങൾ സ്ട്രൈറ്റ് ആണെന്ന് കണ്ടുപിടിക്കുക. അല്ലാതെ നമ്മളിപ്പോ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ്ട് ഇങ്ങനെ കിടക്കുന്നു, നിങ്ങൾ ഇവിടെ കിടക്കുന്നിടത്തു നിന്ന് 2 പ്രാവശ്യമായിട്ട് തിരിക്കരുത്. 1 2 എന്ന് വേണ്ടി തിരിക്കരുത്. കണ്ട, വീല് മാറിയപ്പോ ഇത് 2 പ്രാവശ്യം താഴെ വരുമ്പോൾ നേരെ ആകുന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ലോക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം മടിയിൽ കൊണ്ടുവന്നാൽ സ്ട്രൈറ്റ് ആണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത്, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലാണെങ്കിലും എന്റെ ജില്ല ഏതാണെന്ന് എഴുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. വളരെ നമ്മളെ മടുപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുക്കേണ്ടതുണ്ട്, പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാ, നിർത്തിക്കും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീണ്ടുണ്ടായിട്ട് ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ് എഴുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടാക്കി.